അമ്പലത്ര മീങ്ങോത്ത് പുനർനിർമ്മിച്ച VCB മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു നാടിന് സമർപ്പിച്ചു. 57 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് പ്രദേശവാസികളുടെ പ്രധാന സ്വപ്നം അധികൃതർ വീണ്ടും യാഥാർത്ഥ്യമാക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 57,18,549 രൂപ ചെലവഴിച്ചാണ് പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്തിലെ മീങ്ങോത്ത് തോടിനു കുറുകെയുള്ള VCB പുനർനിർമ്മിച്ചത്. 2 മീറ്റർ ഉയരത്തിൽ വെള്ളം കെട്ടിനിർത്താവുന്ന വിധത്തിലാണ് VCB നിർമ്മിച്ചിരിക്കുന്നത്. FRP ഷട്ടറുകളിട്ട് വെള്ളം സംഭരിച്ച ശേഷം ഇതിൽ നിന്നും കർഷകർക്ക് കൃഷിക്കാവശ്യമായ വെള്ളം നേരിട്ട് പമ്പ് ചെയ്യാൻ കഴിയും. മാത്രമല്ല VCBയിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളം താഴ്ഭാഗത്തുള്ള കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇരുവശവും കോൺക്രീറ്റ് കനാലുകളും നിർമ്മിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തോടിന്റെ കര സംരക്ഷിക്കുന്നതിന് ഇരുകരകളിലുമായി 63 മീറ്റർ കോൺക്രീറ്റ് ഭിത്തിയും 65 മീറ്റർ കരിങ്കൽ ഭിത്തിയും പണിതൊരുക്കി. VCBക്കുള്ള ഷട്ടറുകൾ സൂക്ഷിക്കുന്നതിനുള്ള സ്റ്റോർ ഷെഡും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു. മീങ്ങോത്ത് നിവാസികളുടെ ഏറ്റവും പ്രഥമവും പ്രധാനപ്പെട്ടതുമായ ആവശ്യമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇവിടുത്തെ 24.37 ഹെക്ടർ സ്ഥലത്തെ ജലസേചന സൗകര്യങ്ങൾക്കൊപ്പം 33ഓളം വരുന്ന കുടുംബങ്ങളുടെ ജലസേചന ആവശ്യങ്ങളും ഈ VCB നിറവേറ്റും. ഇതിന്റെയെല്ലാം സന്തോഷവും സംതൃപ്തിയും അഭിമാനവും മുൻനിർത്തിക്കൊണ്ടാണ് വ്യാഴാഴ്ച വൈകിട്ട് മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു VCB നാടിന് സമർപ്പിച്ചത്. പുലി നമ്മുടെ നാടിനെ കീഴടക്കാനുള്ള കാരണം അതിന് കുടിക്കാൻ വെള്ളം കിട്ടാത്തതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ വെള്ളം കൊടുക്കുന്നില്ല, നമ്മൾ ഓടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവൻ്റെ ആണ് പ്രശ്നം. ആന ഇങ്ങോട്ട് ഇറങ്ങാൻ കാരണം ആനക്ക് അവിടെ തിന്നാനുള്ള ഇലയുമില്ല, അതുപോലെ തന്നെ വെള്ളവുമില്ല. അപ്പോൾ ആന നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഈ നിലയിൽ കുടിക്കാൻ മനുഷ്യന് മാത്രമല്ല ജീവജാലങ്ങൾക്ക് ആദ്യം വെള്ളമില്ല. നമ്മുടെ ജീവനോപാധി എന്ന് പറയുന്നത് കൃഷിയാണ്, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കൃഷി നിൽക്കണമെങ്കിൽ വെള്ളത്തെ ആശ്രയിച്ച് മാത്രമേ നിൽക്കൂ. വെള്ളമില്ലാത്തത് കൊണ്ട് പല കൃഷിയും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നല്ല വെള്ളമുണ്ടെങ്കിൽ ധാരാളം കൃഷി ഇനിയും അഭിവൃദ്ധിപ്പെടുത്താൻ പറ്റും. അപ്പോൾ കൃഷിക്കും വെള്ളം അത്യാവശ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആരും പ്രസംഗിക്കണമെന്ന് ആവശ്യമില്ല, എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുവേണ്ടിയാണ് നമ്മുടെ കൊച്ചു കൊച്ചു തോടുകൾ, ചാലുകൾ, വലുതാണെങ്കിൽ പുഴകൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ പരമാവധി ചെക്ക് ഡാമുകൾ നിർമ്മിച്ച് അല്ലെങ്കിൽ ഡാമുകൾ നിർമ്മിച്ച് ജലം സംഭരിക്കാൻ. ജില്ലയിലൊരു 10, 50, 60 വർക്ക് ഇപ്പോൾ തന്നെ ഓൺഗോയിങ് നടക്കാവുന്നുണ്ട്. 300-ലേറെ VCBകൾ നമ്മുടെ ജില്ലയിലുണ്ട്. പുതുമ മണ്ഡലത്തിൽ മാത്രം കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് 11 VCBകളുടെ പ്രവർത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇതുപോലുള്ള VCBകൾ 11 ഇപ്പോൾ നടക്കുന്നുണ്ട്. ചടങ്ങിൽ പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. കാർത്തിയായനി അധ്യക്ഷയായി. കാസർഗോഡ് ചെറുകിട ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലാലി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ V. ചന്ദ്രനും സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സീത, പഞ്ചായത്ത് അംഗം AV. കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ CK. സബിത സ്വാഗതം പറഞ്ഞു. 2023 ജൂൺ 23-ന് പ്രവൃത്തി ആരംഭിച്ച VCBയുടെ നിർമ്മാണം 2025 ഫെബ്രുവരി 13-നാണ് പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, പെരിയ.